നമുക്കൊരു അടിപൊളി സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല കുഞ്ഞുങ്ങളുടെ സ്കിന്ന് പോലെ സോഫ്റ്റ് ആവുന്ന ഒരു സോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഗോട്ട് മിൽക്ക് വെച്ചുണ്ടാക്കുന്ന ഒരു സോപ്പാണ്. ഗോട്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതും ഒരു ഗോട്ട് ബേസാണ്. ഇത് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇതിന് ഉപകാരമുള്ളത് ഇത് ഫ്ലേക്സ് ആയിട്ടാണ് കിട്ടുന്ന, നമ്മൾ കട്ട് ചെയ്യൊന്നും വേണ്ട. 1 കിലോ ഗോട്ട് ബേസിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 10 ഗ്രാം കടലമാവ് 10 ഗ്രാം കടലമാവ് അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി സാധനങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ല ഗോട്ട് മിൽക്കിൻ്റെ നല്ല സോപ്പ് ബേസാണ്. പിന്നെ അതിലേക്ക് 1 സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കുക. ബാക്കിയെല്ലാം ഗോട്ട് മിൽക്കിൻ്റെ ബേസിലുണ്ട്. ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ സാധനങ്ങളൊക്കെ ചേർക്കാൻ പോയാൽ സോപ്പിൻ്റെ pH വാല്യൂ മാറിപ്പോവും. സോപ്പ് കൊണ്ട് ഒരു ഉപകാരം ഇല്ലാതായിപ്പോവും. ഇതവരെല്ലാം ചേർത്ത് വരുന്ന നല്ല ഗോട്ട് ബേസാണ്. സാധാരണ സോപ്പിൻ്റെ മണമൊന്നും അല്ല ഇത് ഉരുക്കിയപ്പോൾ കിട്ടിയത്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ സോപ്പൊക്കെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിസറിൻ സോപ്പാണ്. അപ്പോൾ ഇത് പാലിൻ്റെ മണം തന്നെ അടിക്കുന്നത് ഇതിനകത്ത്. നല്ലൊരു മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കടലമാവും വെർജിൻ കോക്കനട്ട് ഓയിലും തേനും മാത്രമേ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായ ഇറക്കി വെച്ചതിന് ശേഷം, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമായ നമ്മുടെ സ്മെല്ല് യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ സ്മെല്ല് ആവിയായിട്ട് അങ്ങ് പോവും. ലില്ലിയുടെ സ്മെല്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒറിജിനൽ പാലിൻ്റെ ബേസാണ്. നല്ല എഫക്റ്റുള്ള നല്ല സോപ്പാണ്. ഒഴിക്കുമ്പോൾ തന്നെ അറിഞ്ഞില്ലേ, പാല് പോലെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ അഡീഷണൽ കടലമാവും കോക്കനട്ട് ഓയിലും കുറച്ച് തേനും കൂടെ ചേർത്ത് ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ പതയൊന്നും എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഇത് വെള്ള സോപ്പായതുകൊണ്ട് പതയൊക്കെ കടന്നാലും ഒരു കുഴപ്പമില്ല. വലിയ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. 1 മണിക്കൂർ മതി സെറ്റാവാൻ. വേറെ അധിക സാധനങ്ങളൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യരുത്. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് സോപ്പ് റെഡിയാവും. നമ്മൾ സോപ്പ് കഴുകിയ പാത്രത്തിലേക്ക് ആ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതുകൊണ്ടൊരു ഉപകാരമുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അത് പോയി കാണാത്തൊരു കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സോപ്പ് എടുത്തിട്ടുണ്ട്. അടിപൊളി സോപ്പാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ സ്കിന്ന് നല്ല കുഞ്ഞുങ്ങളെ വരെ കുളിപ്പിക്കാൻ പറ്റിയ സോപ്പാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല സോപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ ഗോട്ട് ബേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ നമ്മൾ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. അതിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഗോട്ട് മിൽക്കുണ്ട്, ഡോങ്കി മിൽക്കുണ്ട്, എല്ലാ സോപ്പ് ബേസും ഗ്ലിസറിൻ സോപ്പ് ബേസുണ്ട്. എല്ലാ ബേസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. 1 മണിക്കൂറിന് ശേഷം നമുക്കിതുപോലെ റാപ്പ് ചെയ്ത് മണമൊന്നും പുറത്തു പോകാതെ സൂക്ഷിക്കുക. ഇത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സോപ്പിൻ്റെ മണമാണ് ലില്ലിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചപ്പോൾ കിട്ടിയത്. ഈ സോപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസ്, ലിക്വിഡ്, വാഷ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക.